ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 8 months ആയിട്ടുള്ള എൻ്റെ മകന് ഞാൻ കൊടുക്കുന്ന ഒരു ദിവസത്തെ ഭക്ഷണം എന്തൊക്കെയാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒരു പാൻ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് രാഗിപ്പൊടിയില്ലേ, രാഗി ഫ്ലോർ, അതൊരു 2 സ്പൂൺ എടുക്കാം. ദെൻ അരിപ്പൊടി റൈസ് ഫ്ലോർ ഒരു 2 സ്പൂൺ എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറുപഴമാണ്. പിന്നെ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ മുട്ട ഇപ്പം ആഡ് ചെയ്യുന്നില്ല, ഞാനൊരു പഴം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് സിനമൺ പൗഡറൊക്കെ ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് വെള്ളം ഞാൻ ആവശ്യത്തിനുള്ളത്, ഒരു തിക്ക് കൺസിസ്റ്റൻസി വേണം, ഭയങ്കര ലൂസ് ആവരുത്. ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് മിക്സിയിൽ അത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്കിത് ആയിട്ട് വരേണ്ടത്. അപ്പോൾ വല്ലാണ്ട് വെള്ളം ഒഴിക്കാൻ നിൽക്കണ്ട. നമുക്കിനി ഒരു പാൻ എടുക്കാം. പാൻ എടുത്തിട്ട് നമുക്ക് നെയ്യില്ലേ, നെയ്യ് നമുക്ക് ഇട്ടിട്ട് അതിൻ്റെ മേലെ കുഞ്ഞി സർക്കിൾസായിട്ട് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് മറിച്ചിടാം. ഇതാ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്, നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, മോന് പല്ല് വന്നോ, എങ്ങനെയാണ് ഇങ്ങനെ കട്ടിലൊക്കെ കഴിക്കണമെന്നൊക്കെ. അപ്പോൾ അവന് ഞാൻ ഇങ്ങനെ ഉടച്ചിട്ടാണ് കൊടുക്കുന്നത്, പിന്നെ പല്ലൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ കഴിക്കുന്നുണ്ടെങ്കിൽ കാണുമ്പോൾ അത് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതായാലും ലഞ്ചിന് ഞാൻ ഉരുളക്കിഴങ്ങാണ് ആദ്യം റെഡിയാക്കുന്നത്. തോലൊക്കെ കളഞ്ഞിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി സാബൂനരി, സാബൂദാന അല്ലെങ്കിൽ ചൊവ്വരി എന്നൊക്കെ പറയണ ഈ ഒരു സംഭവമില്ലേ, ഇതാണ് ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാക്കുന്നത്, ഒരു കഞ്ഞി പോലെ. അപ്പോൾ ആദ്യം ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഇത് വെള്ളത്തിലിട്ട് നല്ല വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്ത് വെക്കണം. ഇതൊരു 3-4 മണിക്കൂർ സോക്ക് ചെയ്ത് ഇരുന്നിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുക. അപ്പോൾ ഇതിൽ ഉച്ചയായപ്പോൾ ഞാനിത് എടുത്തിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ അതിലേക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ അതിനുള്ള തേങ്ങയൊക്കെ ചിരകിയിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ച് പാൽ പിഴിഞ്ഞ് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സാബൂനരി ഇല്ലേ, അത് ആ വെള്ളത്തോട് കൂടി തന്നെ അടുപ്പത്തോട്ട് ഇടുകയാണ് കേട്ടോ, പാത്രത്തിലോട്ട് ഇടുകയാണ്. എന്നിട്ട് നമുക്ക് അത് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കൊഴുത്ത് ഇങ്ങനെ ഒരു ഇത് ടെക്സ്ചറിലോട്ട് വരും കേട്ടോ. അപ്പോൾ നല്ല വെന്ത് എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേറെ മധുരമോ കാര്യങ്ങളൊന്നും ഇടുന്നില്ല. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു മധുരം അതിലുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതിന് മുന്നേ മധുരം തേങ്ങാപ്പാൽ ഒഴിക്കാനുണ്ടാക്കിയപ്പോൾ അവന് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചപ്പം അവന് അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വല്ലാണ്ട് നമ്മൾ കുറേ കുക്ക് ചെയ്യൊന്നും വേണ്ട, ഒന്ന് തിളച്ചതിന് ശേഷം ഓഫാക്കാം. അങ്ങനെ ഞാനിത് ഒരു അവൻ്റെ പാത്രത്തിലോട്ട് മാറ്റുകയാണ് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിരുന്നല്ലോ, അപ്പോൾ അത് വെന്തിട്ടുണ്ട്. അത് ഞാൻ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പം ഉടയ്ക്കാണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് ഞെരടിയിട്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ടൊക്കെ കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഗ്ലാസ് കൊണ്ടാക്കിയിട്ടാണ് കൊടുക്കാറ് കേട്ടോ. ഗുഡ് ബോയ് എവിടെയാ മറ്റേ ഗുഡ് ബോയ്? ഫുഡ് കഴിക്കണം നമുക്ക്, ഫുഡ് കഴിക്കണം നമുക്ക്. പെണ്ണിനെ ഞങ്ങൾ നേരത്തെ കഞ്ഞത്, എന്തിനാ കഞ്ഞത്? ഇതൊക്കെ എന്തൊക്കെയാ നോക്കുമോ കഴിക്കാൻ? നോക്ക്, ഹായ്, ഇതെന്താ മോന്റെ ഫേവറേറ്റാ? ഫേവറേറ്റ് ഒന്നുമല്ല. ഇതാ ഇത്തിരി എടുത്തോ, ഇങ്ങനെ വായ കൊണ്ട് കാണിക്ക്. ഇനി രാത്രിയത്തെ ഭക്ഷണം കേട്ടോ. രാത്രിയിൽ ഞാൻ രാഗിയും കുന്നക്കായും കൊണ്ടിട്ടുള്ള കുറുക്കാണ് ഞാൻ മിക്ക ദിവസങ്ങളും ഈ രണ്ടും മിക്സ് ചെയ്തിട്ട് തന്നെ കൊടുക്കാറ്. അപ്പം അത് കുറുക്ക് ഉണ്ടാക്കുന്നത് ഇന്ന് വേട്ടനാണ് ഉണ്ടാക്കുന്നത് രാത്രിയത്തെ ഫുഡ്. പിന്നെ ഏട്ടൻ തന്നെ കൊടുക്കാമെന്നും പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ മോൻ്റെ ഒരു ഫുഡ് റുട്ടീൻ എന്ന് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി വേറെ ഏതെങ്കിലും റെസിപ്പീസ് വേണമെങ്കിൽ അത് ചോദിക്കാം. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്.